ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ലഞ്ചിൻ്റെ റെസിപ്പിയായത്. ഈ ഒരു മെത്തേഡിൽ ഫ്രൈഡ് റൈസ് ആക്കുമ്പം ചില്ലി ചിക്കൻ്റെയും വേറെ കറികളെയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം, പക്ഷേ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലത്തേക്ക് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. ഇനി ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 1 പച്ചമുളക്, 1 ബീൻസ്, കുറച്ച് മല്ലിയില, പിന്നെ 1 ക്യാപ്സിക്കം, 1 ക്യാരറ്റ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ 1 സവാള, പിന്നെ ഇതാ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ക്യാബേജ് കൂടുതൽ വേണം. ആദ്യം തന്നെ റൈസ് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് സോസ് പാനിൻ്റെ പകുതി ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് റൈസ് ചേർക്കാം. നീളത്തിലുള്ള ബസുമതി റൈസാണ് വേണ്ടത്. ഞാനിവിടെ 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ റൈസ് 30 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി ഇത് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് ടൈം എടുക്കും. ഈ ടൈമിൽ മസാലയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. ചെറിയ പീസസ് ആക്കാണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ആയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറിയ പീസസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിതിലേക്ക് കുറച്ച് കസൂരി മെത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് സെയിം ഓയിലിലാണ് മസാല ആക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ സവാള ഇട്ട് കൊടുക്കണം. അതും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിന് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് അത് പെട്ടെന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതുപോലെ ബീൻസും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സോട്ടായ ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ക്യാപ്സിക്കം, ക്യാബേജ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത ശേഷം ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. ഫ്രൈഡ് റൈസിൽ വെജിറ്റബിൾസൊക്കെ കടിക്കാൻ കിട്ടണം. ഓവർ കുക്കായാൽ വെജിറ്റബിൾസൊക്കെ വെന്തിട്ട് ഉടഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ വെജിറ്റബിൾസൊക്കെ സൈഡിലേക്ക് മാറ്റിയിട്ട് 3 മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പം 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇനി ഇത് വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഓവർ കുക്കാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 4 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസ് ചേർക്കണം. ഞാനിവിടെ 4 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പം മസാല ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ അരി കുക്കായിട്ടുണ്ടാവും. ഇനി ഇതിനകത്തുള്ള വെള്ളമെല്ലാം ഒരു സ്ട്രൈനർ യൂസ് ചെയ്തിട്ട് അരിച്ച് കളയണം. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്നും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഫ്രൈഡ് റൈസിൽ ഇടുന്നുണ്ട്.
ചിക്കൻ നിങ്ങൾക്ക് എത്ര വലുപ്പം വേണം അതിനനുസരിച്ച് പീസസ് ആക്കി എടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇതിലത്തേക്ക് റൈസ് ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. മസാലയാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫാസ്റ്റ് കുക്കാണ് ചെയ്യേണ്ടത്. അപ്പം പെട്ടെന്ന് തന്നെ മസാല റെഡിയാവും. ഇനി ഈ റൈസും ഈ മസാലയും മിക്സ് ചെയ്തെടുക്കണം. ഈ ഫ്രൈഡ് റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കറീൻ്റെയും ആവശ്യമില്ല. ഇനി ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കഴിക്കാൻ ഒരു കറീൻ്റെയും ആവശ്യമില്ല. നമുക്ക് വെറും ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസും കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ലോണം കഴിക്കും. നല്ല ഹെൽത്തി ആയിട്ട് കുറേ വെജിറ്റബിൾസും ചിക്കനൊക്കെ അടങ്ങിയതാണ്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ലഞ്ച് പെട്ടെന്ന് റെഡിയാവും. അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും സ്ട്രീറ്റ് സ്റ്റൈലിലൊക്കെ കൊടുക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ സെയിം ലുക്കാണിതിന്. ലുക്ക് മാത്രമല്ല ടേസ്റ്റും അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.